നമസ്കാരം. സംസ്ഥാന മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യാതൊരു തടസ്സവുമില്ലാതെ കരിങ്കൊടി കാണിച്ച സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രിയുടെ ചീഫ് സുരക്ഷാ ഓഫീസറുടെ ശാസന. സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണക്കാരായ പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ, പോലീസ് ഇൻസ്പെക്ടർ അരുൺകുമാർ എന്നിവർക്കെതിരെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ റിപ്പോർട്ട് നൽകി. കഴിഞ്ഞ 24-നാണ് മുഖ്യമന്ത്രി ജില്ലയിൽ വന്നത്. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹം വിശ്രമിച്ചത് ആരൂരിലെ സർക്കാർ അതിഥി മന്ദിരത്തിലായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി പരിപാടിയിൽ പങ്കെടുക്കാനായി അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം പോകുമ്പോൾ വള്ളിക്കോട് പത്തനംതിട്ട റോഡിൽ ആരൂർ ജംഗ്ഷൻ സമീപം നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂഡന്റെ നേതൃത്വത്തിൽ കരിങ്കൊടിയുമായി ചാടി വീണ് മുദ്രാവാക്യം വിളിച്ചത്. ഇവരെ നേരിടാൻ എണ്ണത്തിൽ കുറവ് പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടും പ്രവർത്തകരെ തടയാൻ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ശ്രമിച്ചു. ഇതിനിടെ ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂഡന്റെ ടീഷർട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഊരിയെടുക്കുകയും ചെയ്തു. എന്നാൽ പ്രവർത്തകർക്ക് ഉദ്ദേശിച്ച കാര്യം വലിയ പ്രയത്നം കൂടാതെ ചെയ്യാൻ കഴിഞ്ഞു. കരിങ്കൊടി കാണിച്ച 7 പേരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. ഓമല്ലൂർ ചൈത്രം വീട്ടിൽ വിജയ് ഇന്ദുചൂഡൻ, കൊടുമൺ ഐക്കാട് ജിതിൻകി നൈനാൻ, കൊടുമൺ കാവിളയിൽ നെൽസ്മൽ, മുണ്ടുകോട്ടക്കൽ പാതാലിൽ വീട്ടിൽ സുബിൻ, മുണ്ടുകോട്ടക്കൽ ഉഴത്തിൽ റോബിൻ, പുത്തൻ പീടിക സ്റ്റെഫിൻ, അടൂർ വടകടത്തുകാവ് കാഞ്ഞിരവിള വിനോദ് ഭവനിൽ റിനോ പി രാജൻ എന്നിവരാണ് അറസ്റ്റിലായത്. മെഴുവേലി ആലങ്കോട് കിഴക്കേതിൽ നെജോ, കുലശേഖരപതി അലക്കാരത്ത് റാഫി, കുലശേഖരപതി അൻസാർ മൻസിലിൽ അൻസിൽ മുഹമ്മദ് എന്നിവരെ പോലീസ് കഴുത്തൽ തടങ്കലിലാക്കുകയും ചെയ്തു. ഇവരെ പിന്നീട് വിട്ടയച്ചു. അരൂരിൽ നിന്ന് മുഖ്യമന്ത്രി പുറപ്പെടുമ്പോൾ കരിങ്കൊടി പ്രയോഗം ഉണ്ടാകുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മുൻകൂട്ടി വിവരം ലഭിച്ചിട്ടും അതിന് അനുസൃതമായ സുരക്ഷ ഒരുക്കിയിട്ടില്ലെന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള വീഴ്ച. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ക്ഷുഭിതനായി. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ SP-യോട് രൂക്ഷമായ ഭാഷയിൽ അതൃപ്തി അറിയിച്ചതും ശാസിച്ചതും. സുരക്ഷയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യേണ്ട ഉന്നത ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റി. എന്നാൽ തങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള വീഴ്ച മറച്ച ഇവർ കുറ്റം മുഴുവൻ പത്തനംതിട്ട SHOയുടെ തലയ്ക്ക് വെച്ചുകെട്ടി. ഇതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ, SHO അരുൺകുമാർ എന്നിവർക്കെതിരെ റിപ്പോർട്ടായിട്ടുണ്ട്. സംഭവത്തിന് ദൃക്സാക്ഷികളായ മാധ്യമപ്രവർത്തകരുടെ മൊഴിയും രേഖപ്പെടുത്തി. ഡിവൈഎസ്പിക്ക് 1 മാസം മുൻപ് സ്ഥലം മാറ്റത്തിന് ഉത്തരവ് ഇറങ്ങിയതാണ്. പത്തനംതിട്ട, തിരുവല്ല ഡിവൈഎസ്പിമാരെ പരസ്പരം മാറ്റി നിയമിച്ചാണ് ഉത്തരവ് വന്നത്. ഉത്തരവ് പ്രാബല്യത്തിൽ വരുത്താൻ മുഖ്യമന്ത്രിയുടെ സന്ദർശനം കഴിയുന്നതുവരെ സാവകാശം അനുവദിക്കുകയായിരുന്നു.